എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മൈൽ സ്റ്റോൺസ് എന്ന് വെച്ചാൽ നാഴികക്കല്ലുകൾ. അപ്പോൾ ഓരോ മാസവും കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസ് കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കുന്നത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 2, 4, 6, 8, 12 months ഈ മന്തിലെ മൈൽ സ്റ്റോൺസ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പറയുന്ന ഒരു ഈ 1 month മുതൽ 1 year വരെ ഇടയ്ക്കുള്ള മൈൽ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 month, അതായത് ഇപ്പോൾ ഇവിടുത്തെ IP പേഷ്യൻസിനൊക്കെ അറിയാം, ഞാൻ ചെന്ന് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ബേബി മസാജിങ് ആണ്. അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിൻ്റെ ദേഹത്ത് ഉണ്ടാവും. പ്ലസ് അത് കഴിഞ്ഞ് ഈ 1 to 2 month ഇടയ്ക്ക് ഉള്ള ഒരു മൈൽ സ്റ്റോണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ടും ഇപ്പോൾ ആ ഒരു മന്തിൽ കിട്ടുന്നത്. അപ്പോൾ ബ്ലാക്കും വൈറ്റുമായിട്ടുള്ള സ്ട്രൈപ്സ്, അതായത് ഫിഗേഴ്സ്, പിക്ചേഴ്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് കാണിച്ചു കൊടുക്കാവുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിന് ഉള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് 8 inch വരുന്ന അത്രയും ദൂരത്തിലുള്ള വിഷൻ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ആ 1 to 2 month കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു മന്ത് ഏജിൽ ഈ ബ്ലാക്കും വൈറ്റും കലർന്ന പിക്ചേഴ്സ് അല്ലെങ്കിൽ സ്ട്രൈപ്സ് കാണിച്ചു കൊടുക്കുക. ആഫ്റ്റർ 2 months നമ്മൾ കീനായിട്ട് ഈ ഒരു മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യേണ്ടത്. 2 months ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് സോഷ്യൽ സ്മൈലാണ്. അതായത് കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കണം. നമ്മൾ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊടാനോ ഒന്നും പാടില്ല. നമ്മൾ കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പോൾ, അതായത് ഐ കോണ്ടാക്റ്റോടു കൂടി കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പോൾ കുഞ്ഞ് നമ്മുടെ സംസാരം കേട്ട് ചിരിക്കുക എന്നുള്ളതാണ് ഈ 2 months മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. 3, 4, 5 months വരുമ്പോൾ, ഈ 3, 4 months വരുമ്പോൾ കുഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ടോയ്സ്, റാറ്റിൽസ് ഇതൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം ന്യൂ ബോൺസിനെ കണ്ടാൽ അറിയാം, അവരുടെ കൈ എപ്പോഴും ഇങ്ങനെ ഈ ഒരു മൂമെൻറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഗ്രാസ്പിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത് ഈ 3, 4, 5 months, അതായത് റാറ്റിൽസ്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള റാറ്റിൽസ് എല്ലാം കൊടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പഠിപ്പിക്കും. പ്ലസ് ട്രാൻസ്ഫർ, അതായത് ഒരു കയ്യിൽ നിന്ന് മറ്റു കയ്യിലേക്ക് കുഞ്ഞുങ്ങൾ റാറ്റിൽസ് മാറ്റുന്നത്. മാത്രമല്ല, നമ്മളൊരു റാറ്റിൽ കാണിച്ചാൽ കുഞ്ഞ് അത് എത്തിപ്പിടിക്കും. അതും ഈ 3, 4, 5 months വരേണ്ട മൈൽ സ്റ്റോൺസ് ആണ്. കുഞ്ഞിന് നന്നായിട്ട് തല ഉറച്ചിരിക്കണം. നമ്മൾ എടുക്കുമ്പോൾ കുഞ്ഞിന് തലയ്ക്കൊരു ആട്ടം വരാൻ പാടില്ല. അപ്പോൾ 4 months എല്ലാ കുഞ്ഞുങ്ങളുടെയും തല, ഹെഡ് കൺട്രോൾ നന്നായിട്ട് അറ്റൈൻഡ് ആയിരിക്കണം. 4 months കഴിഞ്ഞ് 5, 6, 7, 8 ഈ ഒരു മന്ത് ഏജിൽ വരുമ്പോൾ കുഞ്ഞ് റീച്ചിങ്, അതായത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അത് പഠിക്കുന്നുണ്ട്. പ്ലസ് പല പല സൗണ്ടുകൾ, കുഞ്ഞുങ്ങളുടെ പല പല ചിരി, ഇപ്പോൾ ഒച്ചത്തിലുള്ള ചിരി ആകാം, അല്ലെങ്കിൽ അവർ തന്നെ സിംഗിൾ സിലബിൾ വെച്ചിട്ട് മമ്മ മമ്മ ആ ഒരു രീതിയിലുള്ള സിലബിൾസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ അമ്മയെ അച്ഛനെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും ആ ഒരു മന്ത് ഏജിൽ. പ്ലസ് അവർക്ക് അറിയാത്ത ആളുകൾക്ക് ആളുടെ അടുത്ത് പോവാണ്ടിരിക്കുക, ആ ഒരു ഇമോഷനിലും എല്ലാ രീതിയും ഈ ഒരു മന്ത്, അതായത് 5, 6 months അറ്റൈൻഡ് ആയിട്ട് കാണാവുന്നതാണ്. 6, 7, 8 months ഈ മന്ത് ഏജിൽ വരുമ്പോൾ കുഞ്ഞ് പതുക്കെ എഴയാനായിട്ട് തുടങ്ങുന്നുണ്ട്. പ്ലസ് നമ്മുടെ കളേഴ്സ്, അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ന്യൂ ബോൺ 2 month വരെ. അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ ഈ കളേഴ്സ്, എല്ലാ കളേഴ്സും, ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പലതരത്തിലുള്ള സൗണ്ട്സ് കുഞ്ഞുങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. മാത്രമല്ല, ഈ അമ്മയെ എല്ലാം നന്നായിട്ട് കാണുമ്പോൾ കുഞ്ഞ് ആ രീതിയിലുള്ള, അതായത് അമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗണ്ടുകളും കുഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 8 months ആകുമ്പോഴത്തേക്കും കുഞ്ഞ് നന്നായിട്ട് തനിയെ എണീറ്റിരിക്കാവുന്ന ആ ഒരു മൈൽ സ്റ്റോണാണ് 8 months വരുന്നത്. അപ്പോൾ തനിയെ എണീറ്റിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ അത് അറ്റൈൻഡ് ആവാനായിട്ട് കുറച്ച് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു മൈൽ സ്റ്റോൺസ്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ 2, 4 months, 2 months സോഷ്യൽ സ്മൈൽ, 4 months ഹെഡ് കൺട്രോൾ, 8 months സിറ്റിംഗ്, അതായത് തനിയെ എണീറ്റിരിക്കണം. കുഞ്ഞ് വിത്തൗട്ട് സപ്പോർട്ടിൽ തനിയെ എണീറ്റിരിക്കേണ്ട സമയമാണ് ഈ 8 months പറഞ്ഞത്. 9, 10, 11 months നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞിന് ബെയർ വെയ്റ്റിംഗ് വരും. അതായത് കുഞ്ഞിനെ നമ്മൾ എടുത്ത് നിർത്തിയാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കുഞ്ഞ് തന്നെ
കാലുകൾ, അതായത് കുഞ്ഞിൻ്റെ വെയിറ്റ് കാലിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കും. ആ ഒരു ബെയർ വെയിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ മേ ബി അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടോൺ ചെക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു ടോൺസ് കൂടുതലാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ബെയർ വെയിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹോൾഡിംഗ് ആണ്. അതായത് എവിടെയെങ്കിലും നമ്മൾ പിടിപ്പിച്ച് നിർത്തിയാൽ, ഇപ്പോൾ ജനൽ കമ്പിയിൽ പിടിപ്പിച്ച് നിർത്തിയാലോ ചെയറിൽ പിടിപ്പിച്ച് നിർത്തിയാലോ കുഞ്ഞ് അത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബെയർ വെയിറ്റോടുകൂടി നിൽക്കും. അതാണ് നമ്മൾ ഒരു 11 മന്ത്സിലൊക്കെ 10-11 മന്ത്സിൽ വരുന്നത്. ഈ 11 മന്ത്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞ് പതുക്കെ പിച്ച വെച്ച് നടന്ന് തുടങ്ങും. അതായത് ചെയറിലൊക്കെ പിടിച്ചിട്ട് അവൻ തന്നെ സ്വന്തമായിട്ട് നടക്കാനുള്ള കഴിവ് ഉണ്ടാവും. അതാണ് ഈ 12 മന്ത്സിലെല്ലാം ഉള്ള മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില അമ്മമാർക്ക് ഡൗട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, ഈ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ, അത് എന്താണ് ചെയ്യുന്നത്, ഒരു തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ന്യൂബോൺ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മൈൽ സ്റ്റോൺസും ചെക്ക് ചെയ്യുന്നതാണ് ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് തെറാപ്പി കൊടുക്കുക, മസാജിങ് കൊടുക്കുക, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെഡ് കൺട്രോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഹെഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി കൊടുക്കും. ബട്ട് നമ്മുടെ കയ്യിൽ കുഞ്ഞ് കിട്ടുന്ന ഒരു 5-10-15 മിനിറ്റ്സ് ആയിരിക്കും. ബട്ട് ബാക്കി ഉള്ള ഈ എക്സസൈസ് പാരൻസ് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിനുള്ള എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് കാണിച്ച് ക്ലിയർ ചെയ്ത് ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ തെറാപ്പി എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും അടുത്ത മൈൽ സ്റ്റോണിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർലി ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്.